പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവത്തിൽ കേന്ദ്രീകരിക്കാം. ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ നമ്മെ തന്നെ കൊടുക്കാം. ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളെ ഇല്ലാതാക്കും. ദൈവ സാന്നിധ്യ ശക്തി നമ്മുടെ കുറവുകളെ നിറവാക്കും. നമ്മൾ ഏതെങ്കിലും വിധത്തിലുള്ള മാനസികമായ മുറിവുകളോ സംഘർഷങ്ങളോ ഉണ്ടെങ്കിൽ അത് ദൈവ സാന്നിധ്യ ശക്തി സൗഖ്യമാക്കി മാറ്റും. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിലെ രോഗപീഠകൾ, ശാരീരികമായ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ട് വചനം കേൾക്കുമ്പോൾ കർത്താവ് തൻ്റെ വചനമയച്ച് അവരെല്ലാവരും സുഖപ്പെടുത്തി എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം വചനമയച്ച് ഇനി കേൾക്കാൻ പോകുന്ന ഓരോ വചനവും കർത്താവ് എൻ്റെ ശാരീരികമായ രോഗാവസ്ഥയിൽ അയച്ച് എന്നെ സുഖപ്പെടുത്താനായിട്ട് പോവുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകളിൽ ദൈവത്തിൻ്റെ വചനം അയച്ച് ആ ബലഹീനതയെ ശക്തിയാക്കി മാറ്റാൻ പോവുകയാണ്. ഈശോയെ, നിൻ്റെ വചനം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും ചിന്തകളെല്ലാം ഞാനിതാ നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവവചനം ശ്രവിക്കാനും ഗ്രഹിക്കാനും സ്വീകരിക്കാനും ഞങ്ങളെ ഒരുക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ മനോഹരമായിട്ടുള്ളൊരു സങ്കീർത്തനം കിടപ്പുണ്ട്. അതാണ് 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം തിരുവചനം. സങ്കീർത്തനം 23:1. ഇങ്ങനെയാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്: കർത്താവ് എൻ്റെ ഇടയനാകുന്നു, അടുത്ത എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞാൻ ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യം, നമ്മളെപ്പോഴും ഈ വചനം വായിക്കുമ്പോൾ അടിവരയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്: ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്നിനും കുറവുണ്ടാകാതെ പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന, നയിക്കുന്ന ദൈവം. ഇനി ഒന്നിനും കുറവുണ്ടാകാതെ ജീവിക്കണം. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഒന്നിനും കുറവുണ്ടാകാതെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വളരെ എളുപ്പം. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞുതരും ഒന്നിനും കുറവുണ്ടാകാതെ ജീവിക്കാൻ. ഒന്നാമത്തെ കാര്യം എന്താണെന്നോ, ഒന്നിനും കുറവുണ്ടാകാതെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ കുറവ് കൂടാതെ നിന്നെ നയിക്കുന്ന ദൈവത്തിൻ്റെ നേർക്ക്, കർത്താവിൻ്റെ നേർക്ക് കൈ നീട്ടണം. ആരാണോ കർത്താവിൻ്റെ നേർക്ക് കൈ നീട്ടുന്നത്, കർത്താവിൻ്റെ നേർക്ക് കൈ നീട്ടുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഞാൻ ലോകത്തിൻ്റെ നേരെ കൈ നീട്ടുന്നവന് ഒരിക്കലും തൃപ്തി ഉണ്ടാവുകയില്ല. എന്നാൽ കർത്താവിൻ്റെ നേർക്ക് കൈ നീട്ടുന്നവൻ വേറെ ആരുടെ നേർക്കും കൈ നീട്ടേണ്ടി വരികയില്ല. കർത്താവിൻ്റെ നേർക്ക് കൈ നീട്ടുന്നവന് വേറെ ആരുടെ നേർക്കും കൈ നീട്ടാതെ അവനെ എപ്പോഴും കർത്താവ് സംരക്ഷിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ കാണുന്നുണ്ട് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് മോശയുടെ നേതൃത്വത്തിൽ ദൈവം നയിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ഏറ്റവും പ്രതിസന്ധി അനുഭവപ്പെട്ടത് ചെങ്കടലിൻ്റെ മുമ്പിൽ വെച്ചാണ്. ചെങ്കടലിൻ്റെ മുമ്പിൽ വെച്ച് അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അതായത് ബൈബിളിലെ ചെങ്കടൽ ഇത് കഴിഞ്ഞു പോയൊരു സംഭവമൊന്നുമല്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുദിനം കണ്ടുമുട്ടുന്നൊരു കാര്യമാണ്. അപ്പം എന്താണ് ചെങ്കടൽ? ചെങ്കടൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള വഴിയിൽ ഇതാ അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന രോഗം. ഈ രോഗം എൻ്റെ മുമ്പോട്ടുള്ള വഴിയെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ ജീവിതത്തിൽ ഏത് കാര്യങ്ങളൊക്കെയാണോ തടസ്സപ്പെടുത്തുന്നത്, ആ തടസ്സപ്പെടുത്തുന്നതിൻ്റെ പ്രതീകമാണ് ചെങ്കടൽ. നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ വഴി അടയ്ക്കുന്നു. മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല, വഴി അടയ്ക്കുന്നു. അത് ചെങ്കടലാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ, പലവിധ കാരണങ്ങളാൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ. ഈ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ ചെങ്കടലാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ആരും നമ്മളെ സഹായിക്കാനില്ല.
ഈ ആരും സഹായിക്കാനില്ലാത്ത കാര്യം അത് ചെങ്കടലാണ്. ഇനി നമ്മൾ ചില കടബാധ്യതയുടെ ജീവിത പ്രശ്നങ്ങളുടെ അവസ്ഥ, അതിൻ്റെ ആഴം അളക്കാൻ പറ്റുന്നില്ല. ചെങ്കടലിൻ്റെ ആഴം അളക്കാൻ പറ്റാത്തതുപോലെ എൻ്റെ പ്രശ്നങ്ങളുടെയും കടബാധ്യതയും തകർച്ചയും നഷ്ടത്തിൻ്റെയും ആഴം അളക്കാൻ പറ്റുന്നില്ല. ഈ ആഴം അളക്കാൻ പറ്റാത്ത അവസ്ഥ അതൊരു ചെങ്കടലാണ്. അതെ, അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ തിക്താനുഭവങ്ങൾ, വഴിയടഞ്ഞ അവസ്ഥ, പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥ, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ, ഇതാ കർത്താവിൻ്റെ വചനം പറയുന്നു, ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല. എന്ത് ചെയ്യണം? അതിൻ്റെ നേർക്ക് കൈ നീട്ടണം. അതാ മോശയോട് ദൈവം പറഞ്ഞു കൊടുത്തു. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 21-ാം തിരുവചനം, ചെങ്കടൽ കണ്ട് ഭയം വേണ്ട, നീ എന്ത് ചെയ്താൽ മതി? നീ അതിൻ്റെ നേർക്ക് കൈ നീട്ടിയാൽ മതി. ഇപ്പം എന്താ കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ? കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം, നീ ചെങ്കടലിലേക്ക് നോക്കരുത്, വഴിയടഞ്ഞ അവസ്ഥയിലേക്ക് നോക്കരുത്, പ്രശ്നത്തിലേക്ക് നോക്കരുത്, കടബാധ്യതയിലേക്ക് നോക്കരുത്, കർത്താവിലേക്ക് നോക്കണം. കർത്താവിലേക്ക് നോക്കണം. 2, നീ വേറെ ആരെയും വിളിക്കരുത്, കർത്താവിനെ വിളിക്കണം. 3, നീ ഈ കർത്താവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. 4, നീ കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം. 5, നീ കർത്താവിൽ പൂർണ്ണമായിട്ട് പ്രത്യാശ അർപ്പിക്കണം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ, ഈ കൈ നീട്ടുക എന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞു തരുമ്പോൾ, കൈ നീട്ടുന്നവൻ ഒന്നിനും കുറവുണ്ടാകുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തരുമ്പോൾ, ഈ കൈ നീട്ടുക എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ 5 കാര്യങ്ങളുണ്ട്. 1, കർത്താവിലേക്ക് നോക്കുക. 2, കർത്താവിൽ വിശ്വസിക്കുക. 3, കർത്താവിനെ വിളിക്കുക. 4, കർത്താവിൽ ആശ്രയിക്കുക. 5, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, ഈ 5 കാര്യങ്ങളും ജീവിതത്തിൽ പാലിക്കുന്നവന്, സ്വീകരിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാകില്ല. അതാണ് കർത്താവിൻ്റെ നേർക്ക് കൈ നീട്ടുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അതുകൊണ്ട് ലോകത്തിലേക്കുള്ള നീട്ടൽ നിർത്തി, മനുഷ്യരിലേക്കുള്ള കൈനീട്ടൽ നിർത്തി, മനുഷ്യരിൽ നീ ഏതെല്ലാം വിധത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നോ അവർ ഇന്നല്ലെങ്കിൽ നാളെ അത് തള്ളിക്കളയും. അവരെ ആരെയും നീ ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കരുത്. അതുകൊണ്ട് നീ പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിലേക്ക് നോക്കി ദൈവത്തെ വിളിച്ചോ. അവിടുന്ന് തക്ക സമയത്ത് നിനക്ക് വേണ്ടത് മുഴുവൻ യേശുക്രിസ്തുവിലൂടെ നൽകും. ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്നാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ആർക്കാണ് ഒന്നിനും കുറവുണ്ടാകാത്തത്? ആര് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ, മുട്ടുമടക്കാൻ തയ്യാറാണോ അവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പലരും നിന്നെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ മുട്ടുകുത്തിക്കാൻ നോക്കും. എന്നാൽ നീ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവനെ വേറെ ആരെല്ലാം നോക്കിയാലും മുട്ടുകുത്തിക്കാനായിട്ട് സാധിക്കില്ല എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാകണം. മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഇഷ്ടം, ആഗ്രഹം, താല്പര്യം, വഴികൾ ദൈവത്തിന് മുമ്പിൽ അടിയറ വയ്ക്കുക എന്നർത്ഥം. ആര് തൻ്റെ ജീവിത വഴികളെയും മനോഭാവത്തെയും ചിന്തകളെയും ഇഷ്ടങ്ങളെയും ദൈവത്തിൻ്റെ പദ്ധതിയുടെയും ആഗ്രഹത്തിന് മുമ്പിൽ അടിയറ വയ്ക്കുന്നോ, ഈ അടിയറ വയ്ക്കുന്നവനെ ദൈവം കൂടുതൽ കൂടുതൽ ഉയർത്തി അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അതായത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ അവിടെ കാണുന്നു, യേശു ഗത്സമനിൽ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ ആ പ്രാർത്ഥന അവിടെ നമ്മൾ മനസ്സിലാക്കണം. യേശു പൂർണ്ണനായ മനുഷ്യൻ, പൂർണ്ണനായ ദൈവം. ഈ പൂർണ്ണനായ മനുഷ്യൻ ആ ഗത്സമനിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥനയിൽ ഈശോ കണ്ടു, ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യഹൂദന്മാരെന്നെ പിടിക്കും, പീലാത്തോസ് എനിക്കെതിരെ വിധിവാചകം ഉച്ചരിക്കും, ഞാൻ കൂടെ കൊണ്ടു നടന്ന എൻ്റെ ശിഷ്യൻ യൂദാസ് ഒറ്റിക്കൊടുക്കും, ഞാൻ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ടവൻ എന്ന് കരുതിയവൻ അവൻ പത്രോസ് എന്നെ തള്ളിപ്പറയും, ജനം ആർത്തട്ടഹസിക്കും, എനിക്കെതിരെ കൂക്കിവിളികൾ ഉണ്ടാകും. ഇത് മുഴുവൻ ഈശോ കണ്ടു. അപ്പോൾ ആ കണ്ട യേശു മാനുഷിക രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ
അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ട് കിട്ടിയ ജനം മുഴുവൻ ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ആ സ്ഥിരീകരിച്ച, മനസ്സിലാക്കിയ, ഉറപ്പിച്ച, എന്നിൽ വിശ്വസിച്ച ആ ആൾക്കാരുടെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാനിങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ മാനുഷിക രീതിയിൽ എനിക്കുണ്ടാകുന്ന അപമാനം എത്രയോ വലുതാണ് പിതാവേ എന്ന് ഈശോ അത് മുഴുവൻ മുൻകൂട്ടി കണ്ടപ്പോൾ കണ്ട യേശുവിലെ മാനുഷിക തലം വചനം പറയുകയാണ്, യേശുവിൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി. അത്രമാത്രം കഠോരമായ വേദന മാനുഷിക രീതിയിൽ ഈശോ അനുഭവിച്ചപ്പോൾ ഈശോയിലെ മാനുഷികൻ, ആ പൂർണ്ണ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഈ പാനപാത്രം അപമാനത്തിൻ്റെ, വരാൻ പോകുന്ന അപമാനത്തിൻ്റെ, നിന്ദനത്തിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ, കുറ്റപ്പെടുത്തലിൻ്റെ, കളിയാക്കലിൻ്റെ, നിന്ദനത്തിൻ്റെ, മുഖത്തുതുപ്പലിൻ്റെ, കുരിശുമരണത്തിൻ്റെ ആ പാനപാത്രത്തെ ഒന്ന് മാറ്റിത്തരണേ എന്നുള്ളത് മനുഷ്യരുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരുമല്ലോ എന്നോർത്തുള്ള ഉടനെ യേശുവിലെ പൂർണ്ണനായ ദൈവം ഇതാരും മനുഷ്യർ തന്നിട്ട് മനുഷ്യരുടെ മുമ്പിൽ മുട്ടുകുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് പിതാവായ ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണ്. ഉടനെ ആ അവസ്ഥയിൽ, ആ മനോഭാവത്തിൽ അവിടെ യേശു പിതാവിൻ്റെ മുഖം കണ്ടു. ഉടനെ യേശു പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 42-ാം തിരുവചനം, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പിതാവിൻ്റെ മുമ്പിൽ ഈശോ മുട്ടുകുത്തി തൻ്റെ ഇഷ്ടത്തെ പിതാവിൻ്റെ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ അടിയറ വെച്ചപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഉടനെ ഒരു ദൂതനെ ദൈവം അയച്ചു കൊടുത്തു. ഇതുപോലെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ വഴികളിലും ജീവിത അവസ്ഥകളിലും നമുക്ക് മാനുഷിക രീതിയിൽ ഇത് എൻ്റെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ അപമാനപ്പെടുത്തുമല്ലോ, എന്നെ കളിയാക്കുമല്ലോ, എന്നെ താഴ്ത്തിക്കെട്ടുമല്ലോ, എൻ്റെ വില പോകുമല്ലോ എന്നെല്ലാം ചില തെറ്റായ വാർത്തകളാകാം, തെറ്റായ പ്രവണതകളാകാം, തെറ്റായ കാര്യങ്ങളാകാം, തെറ്റായ ആരോപണങ്ങളാകാം. ഇങ്ങനെയുള്ളത് വന്നു കഴിയുമ്പോഴേക്കും ഞാൻ മനുഷ്യരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുമല്ലോ, മനുഷ്യരുടെ മുമ്പിൽ അപമാനിതനാകുമല്ലോ, മനുഷ്യരുടെ മുമ്പിൽ നിന്ദനാകുമല്ലോ, എനിക്ക് എല്ലാ അഭിമാനവും ഇല്ലാതാവുമല്ലോ എന്നെല്ലാം ചോദിച്ച് ചില അവസ്ഥകളും സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് വരും. അവിടെ നീ പതറരുത്. അവിടെ ലോകത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ മുട്ടുമടക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നീ ദൈവഹിതത്തെ സ്വീകരിക്കുമോ? ഇതാ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ, ദൈവമേ അവിടുന്ന് രോഗമാണ് അനുവദിക്കുന്നതെങ്കിൽ, കഷ്ടതയാണ് അനുവദിക്കുന്നതെങ്കിൽ, ഇല്ലാത്ത കാര്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ അപമാനപ്പെടുത്തുന്നതായ അവസ്ഥകളാണ് അനുവദിക്കുന്നതെങ്കിൽ, ഞാൻ അനുവദിക്കുന്ന അങ്ങയുടെ മുമ്പിൽ ഞാൻ അടിയറ വയ്ക്കുന്നു. അതെ, അപ്പോൾ ആ ദൈവഹിതത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം എന്തനുവദിച്ചോ അനുവദിച്ചതിലൂടെ നിന്നെ അത്യധികം ഉയർത്തും. പിതാവിൻ്റെ മുമ്പിൽ ഗത്സമനിൽ ഈശോ മുട്ടുമടക്കാൻ തയ്യാറായപ്പോൾ തുറന്നു വന്നത് മുഴുവൻ ലോകത്തിൻ്റെ മുമ്പിൽ അപമാനമാണെങ്കിൽ, അതേ ലോകത്തിൻ്റെ മുമ്പിൽ അപമാനമായിരുന്ന കുരിശിനെ രക്ഷയുടെ കുരിശാക്കി മാറ്റി, അപമാനമായിരുന്ന വ്യക്തിയെ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന രക്ഷകനാക്കി പിതാവായ ദൈവം മാറ്റി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും എവിടെയെല്ലാമാണോ മനുഷ്യരുടെ മുമ്പിൽ മുട്ടുമടക്കാനായിട്ട് സാഹചര്യം, സന്ദർഭം ഉണ്ടാകുന്നു, നീ അവിടെ മുട്ടുമടക്കാതെ, നിന്നെ മുട്ടുമടക്കിക്കാനായിട്ട് നോക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നീ മുട്ടുമടക്കാതെ ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്നവന് ലോകത്തിലെ ഒരു മനുഷ്യരുടെ മുമ്പിലും മുട്ടുമടക്കേണ്ടി വരികയില്ല. അർത്ഥം, ദൈവം അനുവദിക്കുന്നത് എന്തായാലും അതിനെ ദൈവത്തിൻ്റെ ഹിതത്തിന് മുമ്പിൽ നീ അടിയറ വയ്ക്കുക, സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവപുത്രൻ്റെ മാതാവാകാൻ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ കന്യക മറിയം, ഈ മറിയം എന്ത് ചെയ്തു? മറിയം ദൈവഹിതത്തിന് മുമ്പിൽ പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം, ഇതാ കർത്താവിൻ്റെ ദാസി. മറിയം തൻ്റെ ഇഷ്ടത്തെ, ആഗ്രഹത്തെ ദൈവഹിതത്തിന് മുമ്പിൽ അടിയറ വെച്ചു.
ദൈവഹിതത്തിന് മുമ്പിൽ അടിയറ വച്ചപ്പോൾ മറിയം ദൈവപുത്രൻ്റെ മാതാവായി, ലോക രക്ഷകൻ്റെ അമ്മയായി, അങ്ങ് രക്ഷാകര കൃത്യത്തിൽ സഹരക്ഷകയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ സഹനങ്ങളാകട്ടെ, നൊമ്പരങ്ങളാകട്ടെ, കഷ്ടപ്പാടുകളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് അതിലൂടെ അനുഭവിക്കുന്ന നൊമ്പരങ്ങളാകട്ടെ, എല്ലാത്തിനും വലിയ വിലയുണ്ട്. ഞാൻ ആ വിലയെ യേശു കണ്ട കണ്ണോടുകൂടി കാണുമ്പോൾ, മറിയം സ്വീകരിച്ച മനോഭാവത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ, ഞാനും നിങ്ങളുമൊക്കെ യേശുവിൻ്റെ ആ രക്ഷാകൃത്യത്തിൽ സഹരക്ഷകയായി മാറുന്ന അവസ്ഥയിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുവരികയാണ് എന്ന സത്യം തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരു സഹോദരൻ, അയാൾ പള്ളിയിൽ ചെന്നാൽ പോലും മുട്ടുകുത്താൻ പറ്റാത്തതുകൊണ്ടല്ല, എന്താണെന്നറിയോ, അയാൾ ഇങ്ങനെ ചിന്തിച്ചതിങ്ങനെയാ, ഞാൻ ആരുടെ മുമ്പിലും മുട്ടുമടക്കിയല്ല, പള്ളി ചെന്നാലും മുട്ടുമടക്കിയല്ല. അങ്ങനെ അഹങ്കരിച്ച അയാൾക്കുണ്ടല്ലോ, നമ്മുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചിക്കൻ ഗുനിയ പിടിച്ചു. പിയാക്ക് ചിക്കൻ ഗുനിയ കാര്യമായിട്ട് പിടിച്ചു. ചിക്കൻ ഗുനിയ പിടിച്ച അയാൾക്കുണ്ടല്ലോ, പിന്നെ ഒരിക്കലും മുട്ടുകുത്താനോ തലകുനിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായി. നിവർന്ന് നിൽക്കാൻ പറ്റിയല്ല. എപ്പോഴും ഈ ഒരു അവസ്ഥയിൽ തല കുനിഞ്ഞേ നിൽക്കുള്ളൂ, മുട്ടുമടക്കിയേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അയാളുടെ ആരോഗ്യം മുഴുവൻ പോയി. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, സമ്പത്തുണ്ട്, അറിവുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നവൻ, നിനക്ക് എന്തോരം അറിവുണ്ടെങ്കിലും ഓർമ്മ പോയാൽ അറിവ് കൊണ്ട് എന്ത് പ്രയോജനം? നിനക്കെന്തോരം സമ്പത്തുണ്ടെങ്കിലും നീ വെറും കിടപ്പ് രോഗിയായാൽ നിനക്ക് എന്ത് ആ ഉള്ളതിനെക്കുറിച്ച് പറയാൻ പറ്റും? അതുകൊണ്ട് നമ്മളൊന്നും ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും എന്ത് ചെയ്യരുത്? അഹങ്കരിക്കരുത്. ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്നവനെ ലോകത്തിലെ ഒരു മനുഷ്യരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ആർക്കാണ് ഒന്നിനും കുറവുണ്ടാകാതിരിക്കുന്നത്? ആര് കർത്താവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നോ, കർത്താവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നവന് വേറെ ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരികയില്ല, അവനൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നവന് ലോകത്തിലെ ഒരു മനുഷ്യരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരികയില്ല. എന്താണ് തലകുനിക്കുക എന്ന് പറഞ്ഞാൽ? തലകുനിക്കുക എന്ന് പറഞ്ഞാൽ എളിമപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ കാണും പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനം, നീ എത്ര ഉന്നതനായിരിക്കുന്നോ അത്രയും നിന്നെ തന്നെ വിനീതനാക്കുക, അത്രയും നീ നിന്നെ തന്നെ വിനീതനാക്കുക. അപ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ കൃപയ്ക്ക് നീ പാത്രീഭൂതനാകും. ദൈവത്തിൻ്റെ കൃപയ്ക്ക്. അപ്പം നീ എത്ര ഉന്നതനാണോ അത്രയും നിന്നെ തന്നെ വിനീതനാക്കിയാൽ നീ ദൈവത്തിൻ്റെ സംപ്രീതിക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, ദൈവത്തിൻ്റെ കൃപയ്ക്ക് നീ കാരണഭൂതനായിത്തീരും. ദൈവത്തിൻ്റെ കൃപ നിനക്ക് കൂടുതലായിട്ട് ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ശിരസ് കുനിക്കുന്നവൻ, കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെടുന്നവൻ, ഈ എളിമപ്പെടുന്നവനെ ദൈവം അത്യധികം ഉയർത്താൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം 11-ാം തിരുവചനത്തിൽ പറയും, തന്നെ തന്നെ ചെറുതാക്കുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. തന്നെ തന്നെ വലിയവനെന്ന് ചിന്തിക്കുന്നവൻ അവൻ ദൈവത്താൽ താഴ്ത്തപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അറിവിലാകട്ടെ, കഴിവിലാകട്ടെ, സമ്പത്തിലാകട്ടെ, പണത്തിലാകട്ടെ, അവിടെയൊക്കെ നമ്മൾ ചെറുതാകാനായിട്ട്, എളിമപ്പെടാനായിട്ട് തയ്യാറാകണം. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, താണനിലത്തെ നീരോടൂ, അവിടെ ദൈവം തുണയുള്ളൂ എന്ന് പറഞ്ഞാൽ എളിമപ്പെടുന്നവനാണ് എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും കൃപയ്ക്കും പാത്രീഭൂതനായിത്തീരുന്നത്, അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വചനമാണ്, കർത്താവാണ് എൻ്റെ ഇടയൻ, ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഞാൻ കർത്താവിൻ്റെ നേർക്ക് കൈനീട്ടിയാൽ, കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ, കർത്താവിൻ്റെ മുമ്പിൽ ശിരസ്സൂരിച്ചാൽ
എനിക്കൊന്നിനും കുറവുണ്ടാകാതെ കർത്താവ് പരിപാലിക്കും. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയിട്ട് യേശു പറയുന്ന ഒരു ഉപമയുണ്ട്. അതാണ് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനം. യേശു പറഞ്ഞു, കാക്കകളെ നോക്കുവിൻ. എന്താ കാക്കകളെ നോക്കുവിൻ എന്ന് പറഞ്ഞ അർത്ഥം? കാക്കകളെ നോക്കുവിൻ എന്ന് പറഞ്ഞാൽ കാക്കകളെ ശ്രദ്ധിക്കുവിൻ. നീ കാക്കയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ കാക്കകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു 5 കാര്യമുണ്ട്. കാക്കകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഈ കാക്കകൾക്ക് ഉത്കണ്ഠയില്ല, ഉത്സാഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് ഭക്ഷിക്കും, എന്ത് തിന്നും, കലവറയില്ല, കളപ്പുരയില്ല, ഒന്നും ശേഖരിച്ചു വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കാക്കകൾക്കൊന്നിനെക്കുറിച്ചും ഉത്കണ്ഠയില്ല. നോക്ക്, പ്രകൃതിയിലെ ഒരു പക്ഷീനെ കാണിച്ചു തന്നിട്ട് കർത്താവ് പറയാ, കാക്കകളെ ശ്രദ്ധിക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. കാക്കകൾ നോക്കി ഞാനും നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ സത്യം എന്താണെന്നറിയോ? അവയ്ക്ക് ഒരിക്കലും ഉത്കണ്ഠയില്ല. പിന്നെന്തുണ്ട്? നല്ല ഉത്സാഹമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, കാക്കകൾക്ക് ഭിന്നിപ്പ് ഇല്ല, ഒന്നിപ്പേ ഉള്ളൂ. ഭിന്നിപ്പ് ഇല്ല, ഒന്നിപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കാക്കകൾ ഒരിക്കലും ഇങ്ങനെ ഭിന്നിക്കില്ല. മറിച്ച് എന്ത് ചെയ്യുന്നറിയാവോ? എന്തെങ്കിലും ഒരു അവസ്ഥ ഒരു കാക്കയ്ക്കുണ്ടായാൽ, ഒരു കാക്കയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ആരെങ്കിലും കല്ല് പെറുക്കി ഒരു കാക്കേനെ എറിഞ്ഞ് ആ കാക്ക താഴെ വീണ് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഓടി വരും, ഓട്ടനെ തന്നെ അറിയിക്കും. എന്ന് പറഞ്ഞാൽ അവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി മാറും. അവരിൽ ഭിന്നിപ്പില്ല, ഒന്നിപ്പ് ഉള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാം? മൂന്നാമത്തെ കാര്യം, അവ കൂട്ടിവെക്കുകയില്ല, പങ്കുവയ്ക്കും. കൂട്ടിവെക്കുകയില്ല, പങ്കുവയ്ക്കും. അതായത് ഒരു ഇരയനെയോ മറ്റെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കാണുന്ന കാക്ക മറ്റ് കാക്കകളെല്ലാം വിളിച്ചറിയിക്കും. ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്, നമുക്ക് ഒരു ആഹാര പദാർത്ഥം ഇവിടെ കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മറ്റുകളെല്ലാം ഓടിവാ. അപ്പം എന്നല്ല, അത് സ്വന്തം കഴിക്കാൻ വേണ്ടി കൂട്ടി വയ്ക്കല, മറ്റുള്ളവർക്കൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വിളിച്ചറിയിക്കും. ഇനി നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? നാലാമത്തെ കാര്യം, അതിന് എപ്പോഴും ഒരു അനുഭവമുണ്ട്, പരിഭവമില്ല. പരിഭവമില്ല, അനുഭവമുണ്ട്. ഏത് കാര്യത്തിനകത്ത് പരിഭവം ഇല്ലാത്തത്? നമുക്ക് 3 കാര്യങ്ങളറിയാം. ഒന്ന്, കാക്കയുടെ നിറം കറുപ്പാണ്. കറുപ്പ് നിറം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിലയില്ലാത്തതാണ്, ആകർഷിക്കാത്തതാണ്. ഈ ആകർഷിക്കാത്ത നിറത്തെക്കുറിച്ച് കാക്കയ്ക്ക് പരിഭവമില്ല. 2, കാക്കയുടെ സ്വരം, അതിൻ്റെ കരച്ചിൽ, കുയിലിനെ പോലെ നല്ല നാദത്തിൽ, ഈണത്തിൽ അതിന് പാടാനോ കരയാനോ സാധിക്കില്ല. അതിൻ്റെ റഫാണ്. അപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ശബ്ദത്തെക്കുറിച്ച് അതിന് പരിഭവമില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്താ? കാക്ക സാധാരണ വേസ്റ്റായിട്ടുള്ളത്, അല്ലെങ്കിൽ അഴുക്ക് ചാലിലും അഴുക്കായിട്ടുള്ളത് കൊത്തി തിന്ന് വിശപ്പടക്കുന്നതാണ്. അപ്പോൾ അതിന് അഴുക്ക് തിന്നുന്നത് കാര്യത്തിൽ അതിനെക്കുറിച്ചും പരിഭവമില്ല. മറിച്ച് ഇതിലെല്ലാം നല്ല അനുഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ കാക്കകളെ നോക്കുവിൻ, കാക്കകളെ കണ്ട് പഠിക്കുവിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നീ നിൻ്റെ നിറത്തിൽ, നിൻ്റെ സൗന്ദര്യത്തിൽ, നിൻ്റെ കഴിവിൽ, അല്ലെങ്കിൽ നിൻ്റെ പോരായ്മയിൽ, നിൻ്റെ ഇല്ലായ്മയിൽ, നിൻ്റെ വല്ലായ്മയിൽ, നിൻ്റെ ദാരിദ്ര്യത്തിൽ, നിൻ്റെ കഷ്ടപ്പാടിൽ നീ ഒരിക്കലും പരിഭവം പറയരുത്. മറിച്ച് ദൈവം അതെല്ലാം തന്നിരിക്കുന്നത് നല്ലൊരു ദൈവിക അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള കുറവുകളിലും പോരായ്മകളിലും ആ കുറവും പോരായ്മയും അനുവദിച്ച ദൈവത്തിൻ്റെ മുഖം കാണാനായിട്ട് എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ആ കുറവിലും പോരായ്മയും എല്ലാം ദൈവം എന്നെ അനുഗ്രഹിക്കും. അപ്പോൾ നമുക്ക് ആ കുറവിനെ അംഗീകരിക്കാനായിട്ട് പറ്റാതെ വരുമ്പോഴാണ് ആ കുറവുകൾ നമ്മുടെ ജീവിതത്തിലെ അപകർഷകതകളൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് കുറവിലായിരിക്കാം, സൗന്ദര്യത്തിൻ്റെ കുറവിലായിരിക്കാം, കഴിവ് കുറവിലായിരിക്കാം, സാമ്പത്തികമായിട്ട് പണമില്ലാത്തതിൻ്റെ ആയിരിക്കാം. ഇങ്ങനെ ഒത്തിരിയേറെ കുറവുകൾ വരുമ്പോൾ ഞാൻ ആ കുറവിലേക്ക് നോക്കി ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് കഴിഞ്ഞാൽ ആ കുറവ് എന്നെ കൂടുതൽ കൂടുതൽ അപകർഷതയിലേക്ക് നയിക്കും. എന്നാൽ കർത്താവ് അനുവദിക്കുന്ന ഓരോ കുറവിലും ഞാൻ അവിടെ കർത്താവിൻ്റെ മുഖം കണ്ടാൽ അവിടെ കർത്താവ് എന്നെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിച്ച് ഉയർത്തും.
സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് കാക്കയുടെ സ്വഭാവത്തിലെ നാലാമത്തെ പ്രത്യേകത, അതിനൊരിക്കലും പരിഭവമില്ല, മറിച്ച് ഈ കുറവുകളിലെല്ലാം അതിന് നല്ല അനുഭവമുണ്ട്. ഏതൊക്കെയാ? നിറത്തിൽ, സ്വരത്തിൽ, അതിൻ്റെ സ്വഭാവത്തിൽ ഉള്ള കുറവിനെക്കുറിച്ച് പരാതിയല്ല, മറിച്ച് അതിന് നല്ല അനുഭവമാണുള്ളത്. ഇനി അഞ്ചാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാക്കകളെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്തിരിക്കും. അങ്ങനെ ചെയ്തിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 4-ഉം 6-ഉം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ കാക്കകളെ കർത്താവ് ദൈവം ഏൽപ്പിച്ചൊരു കാര്യമുണ്ട്. അവിടെ ഏലിയായിക്ക് രാവിലെയും വൈകുന്നേരവും അപ്പവും ഇറച്ചിയും കൊടുക്കാനായിട്ട് ദൈവം ഏൽപ്പിച്ചത് കാക്കകളെയാണ്. പറഞ്ഞു, കാക്കകളെ ഏൽപ്പിച്ചുകൊണ്ട് നിനക്ക് രാവിലെയും വൈകുന്നേരവും യാതൊരു വിധത്തിലുള്ള കുറവും കൂടാതെ അപ്പം കൊണ്ടുതരാൻ, ഇറച്ചി കൊണ്ടുതരാൻ ഞാൻ കാക്കകളെ ഏൽപ്പിച്ചുകൊണ്ട്. ഇതാ, കാക്കകൾ കൃത്യമായിട്ട് അത് ചെയ്തു കൊടുത്തു. അപ്പം എന്താ? കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ദൈവം ആ ഒരു പക്ഷിയുടെ കാര്യത്തിലെടുത്തിട്ട് പറയാ. അപ്പം എന്താ പറയണത്? നിങ്ങൾ കാക്കകളെ ശ്രദ്ധിക്കുവിൻ, കാക്കകളെ ശ്രദ്ധിക്കുവിൻ. അവയ്ക്ക് ഉത്കണ്ഠയില്ല, ഉത്സാഹമേ ഉള്ളൂ. പരിഭവമില്ല, അനുഭവമുള്ളൂ. അവ കൂട്ടിവെക്കല, എല്ലാം പങ്കുവയ്ക്കും. അവയ്ക്ക് ഭിന്നിപ്പില്ല, ഒന്നിപ്പേ ഉള്ളൂ. സഹോദര സഹോദരി, ഈ കാക്കയുടെ സ്വഭാവമെങ്കിലും മനോഭാവമെങ്കിലും നീ കണ്ടു പഠിക്കൂ. എങ്കിൽ നിനക്കൊന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട, എല്ലാം ദൈവം തരും. ഒന്നിനും കുറവുണ്ടാകാതെ പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തിയിലും കൃപയിലും ആശ്രയിച്ച് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കരങ്ങൾ കൂപ്പി നമ്മൾ വചനത്തിലൂടെ കർത്താവ് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒന്നിനും കുറവുണ്ടാകാതെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ കൈനീട്ടാൻ, മുട്ടുകുത്താൻ, തലകുനിക്കാൻ, ഒന്നിനും കുറവില്ലാതെ സംരക്ഷിക്കുന്ന വയലിലെ പുല്ലിനെയും അതുപോലെ പക്ഷികളെയും കർത്താവ് പറയുന്നു, എത്രയോ മനോഹരമായി സ്വർഗത്തിലെ ദൈവം പരിപാലിക്കുന്നു. എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അധികമായിട്ട് അവിടുന്ന് പരിപാലിക്കാതിരിക്കുകയില്ല. പരിപാലനം നൽകുന്ന, സംരക്ഷണം നൽകുന്ന ദൈവമേ, ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെല്ലാം ഇതാ ഞങ്ങൾ നിൻ്റെ തിരുമുമ്പിൽ അടിയറ വയ്ക്കുന്നു. ഒന്നിനും കുറവ് കൂടാതെ നീ ഞങ്ങളെ പരിപാലിക്കണമേ, നയിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.